ഭാരത് ജോഡോ ന്യായയാത്ര എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ റാലിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ യാത്ര തടയുന്നതിന് പറഞ്ഞ കാരണം അത് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നഗരപാതകളിൽ, ഗുവാഹത്തിയുടെ നഗരപാതകളിലേക്ക് കടന്നാൽ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. അതുകൊണ്ട് അതുവഴി വരാൻ പറ്റില്ല, നിങ്ങൾ നാഷണൽ ഹൈവേ 27 വഴി പോകണം. അതാണ് രാഹുൽ ഗാന്ധിക്കും ടീമിനും കിട്ടിയ നിർദ്ദേശം. ഇതിനിടയിൽ ഇന്നത്തെ ഒരു ദിവസം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാഞ്ച് ന്യായ്, അതാണ് ഈ യാത്രയിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന യുവാ ന്യായ്, ഭാഗീദാരി ന്യായ്, നാരി ന്യായ്, കിസാൻ ന്യായ്, ശ്രമിക് ന്യായ്. ഈ 5 ന്യായങ്ങളെക്കുറിച്ചും വിശദമായി രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാനുള്ള അവസരം ഈ തടഞ്ഞതുകൊണ്ട് മാത്രം അതിനത്രയും വിസിബിലിറ്റി കിട്ടി. എന്നെ ഇങ്ങനെ തടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി പുതിയ വോട്ടർമാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് സ്പേസ് കിട്ടുകയാണ്. രാഹുൽ പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്, വി ഹാവ് ബ്രോക്കൺ ബാരിക്കേഡ്സ് ബട്ട് വിൽ നോട്ട് ബ്രേക്ക് ലോ. കാരണം ഈ യാത്രയുടെ പേര് തന്നെ ന്യായ യാത്ര എന്നാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ബാരിക്കേഡ് ഞങ്ങൾ തകർത്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ നിയമം ലംഘിക്കില്ല എന്ന്. അതിന് കേസ് എടുത്തിരിക്കുകയാണ്. പൊതുമുതൽ നശിപ്പിക്കുന്നതിനുള്ള കേസ് ഇവർക്കെതിരെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നിയമം ലംഘിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി എടുത്ത് പറയുന്നുണ്ട്. ഭയപ്പെടുത്താമെന്ന് കരുതേണ്ട, ഗുവാഹത്തിയിൽ തടഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ മോശം വ്യക്തിയായി എന്നെ ചിത്രീകരിച്ചോളൂ എന്നാണ് രാഹുൽ ഗാന്ധി ഹിമന്ത ബിശ്വ ശർമ്മയോട് പറയുന്നത്.